ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് സനൂഷ തന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം UAE-യിലായിരുന്നു എന്നാണ് നടിയുടെ തന്നെ ചില അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിരുന്നത്. അടുത്തൊരു കൂട്ടുകാരനൊപ്പം ഏകാന്തത തേടി ഇതേ നടി വയനാട്ടിലെ വനമേഖലയിലും കറങ്ങിത്തിരിഞ്ഞിരുന്നു. സൗഹൃദത്തിന്റെ പേരിൽ ദിലീപ് ആയിരുന്നു സുന്ദർദാസിന് സനൂഷയെ സജസ്റ്റ് ചെയ്തിരുന്നത്. ശരീരം പ്രദർശിപ്പിക്കേണ്ട ക്യാരക്ടർ ആണെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിനാൽ സനൂഷ ആ ഓഫർ നിരസിച്ചു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഹൈൻഡ് ദി സ്ക്രീൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബഹ്റിനിൽ ഒരു ഉദ്ഘാടന കർമ്മത്തിനു വേണ്ടി സംഘാടകർ ഫോൺ നമ്പർ അന്വേഷിച്ചു. പലർക്കും അജ്ഞാതമായിരുന്നുവെങ്കിലും സിനിമയിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ സനൂഷയുടെ അച്ഛൻ സന്തോഷിന്റെ ഫോൺ നമ്പർ തരപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കണ്ണൂരിലുള്ള സന്തോഷുമായി അവർ ഫോണിൽ ബന്ധപ്പെട്ടു. മകൾ ഇപ്പോഴും നാട്ടിലില്ല, ഇന്ത്യയിലുമില്ല, പിന്നെ എവിടെ എന്ന ചോദ്യത്തിന് കാരണം അന്വേഷിച്ചു. ബഹ്റിനിൽ ഒരു ഉദ്ഘാടന കർമ്മത്തിനാണെന്ന് പറഞ്ഞപ്പോൾ ലണ്ടനിൽ നിന്നും ബഹ്റിനിലേക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. മകൾ വരുന്നത് ചിലപ്പോൾ തനിച്ചായിരിക്കും, അതിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം, പ്രതിഫലമായി 1.5 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയിരിക്കണം. അച്ഛൻ സംഘാടകരോട് ഡിമാൻഡുകൾ വിശദീകരിച്ചു. സനുഷ ഇപ്പോൾ ലണ്ടനിലാണ് എന്നത് ഒരു സത്യം തന്നെയായിരുന്നു. ഈയിടെ എറണാകുളത്ത് വെച്ച് നടന്ന നടി രമ്യ നമ്പീശന്റെ അനുജന്റെ കല്യാണത്തിന് സനുഷ ലണ്ടനിൽ നിന്നാണ് പറന്നെത്തിയത്. ലണ്ടനിൽ എന്തിനു പോയി എന്ന ചോദ്യത്തിന് ഹയർ സ്റ്റഡിക്ക് എന്നാണ് വിവാഹവേളയിൽ ചിലരോട് വ്യക്തമാക്കിയത്. എറണാകുളം സെയിന്റ് തെരേസാസ് കോളേജിൽ നിന്നും PG പഠനം പൂർത്തിയാക്കിയ സനൂഷ വീണ്ടും ഉപരിപഠനത്തിന് പോയി എന്നത് സിനിമാ മേഖലയിലെ പലർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ തയ്യാറില്ല. സനുഷ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ലണ്ടനിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഫോട്ടോയും വീഡിയോകളും ഇതിനകം വൈറലായി കഴിഞ്ഞു. വൈറ്റ് ഡ്രസ്സും ജാക്കറ്റും ധരിച്ച് നീണ്ടൊരു കാലൻ കുടയും കയ്യിലേന്തി അതായിരുന്നു സനുഷയുടെ ചിത്രം. മിസ്റ്റി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആഘോഷ തിമിർപ്പോടെ പകർത്തിയ ഫോട്ടോകളുടെ താഴെ സനുഷ തന്നെ പോസ്റ്റ് ചെയ്ത ചില കുറിപ്പുകളും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: നാട് എവിടെയാണെങ്കിലും പട്ടിഷോയ്ക്ക് മാത്രം ഒരു കുറവുമില്ല. പ്രിയപ്പെട്ട UK, തണുത്തു വിറച്ചാലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. നാടൻ പെൺകുട്ടിയായി സിനിമയിലെത്തിയ സനുഷയുടെ മാറ്റം പ്രേക്ഷകരെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് സനുഷ തന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം UAE-യിലായിരുന്നു എന്നാണ് നടിയുടെ തന്നെ ചില അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിരുന്നത്. അടുത്തൊരു കൂട്ടുകാരനൊപ്പം ഏകാന്തത തേടി ഇതേ നടി വയനാട്ടിലെ വനമേഖലയിലും കറങ്ങിത്തിരിഞ്ഞിരുന്നു. പ്രകൃതിയെ തേടിയുള്ള ആ യാത്രയുടെ വിശേഷങ്ങൾ നടി തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഏറെക്കാലം താൻ ഡിപ്രഷനിലാണെന്നും രക്ഷിതാക്കളെ പോലും അറിയിക്കാതെയാണ് താൻ അതിനോട് പൊരുതി ജീവിച്ചത് എന്നുമാണ് സനുഷ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞത്. ഇളം പ്രായത്തിൽ തന്നെ എന്തുകൊണ്ട് ഡിപ്രഷനിലായി എന്ന കാര്യം നടി വ്യക്തമാക്കിയിരുന്നില്ല. വയനാട് യാത്രയെപ്പറ്റി നടി തന്റെ അടുത്തവരോട് പറഞ്ഞത് മനസ്സ് കൈവിട്ടുപോയ ഒരവസ്ഥയിൽ ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പം ഉൾവനങ്ങളിൽ കയറിയിറങ്ങി ഒന്ന് റിലാക്സായി. എട്ടും പൊട്ടും തിരിയാത്ത പഴയ നാടൻ പെണ്ണല്ല ഇപ്പോൾ സനുഷ. മകളുടെ കാര്യങ്ങൾ ഇപ്പോൾ അവൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവൾക്ക് അതിനുള്ള പ്രായവും പക്വതയുമായെന്നാണ് രക്ഷിതാക്കളുടെ പക്ഷം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് സനുഷയുടെ ആരൂഢം. കാവ്യമാധവന് പിന്തുടർച്ചക്കാരിയായി നീലേശ്വരത്ത് നിന്നും വരുന്ന ഒരു ഗുണ്ടുമണിയായ ബാലതാരം. അതായിരുന്നു തുടക്കത്തിലെ സനുഷ. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന ചിത്രത്തിലായിരുന്നു കുട്ടി നടിയായി ആദ്യത്തെ അരങ്ങേറ്റം. പിന്നെ മേഘമൽഹാർ, കൺമഷി, എന്റെ വീട്, അപ്പൂന്റെയും എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ബേബി സനുഷയായി മുഖം കാണിച്ചു. ഇന്ന് എവിടെ വേണമെങ്കിലും തനിച്ച് യാത്ര ചെയ്യാൻ താൻ പ്രാപ്തയായി എന്ന് അവകാശപ്പെടുന്ന ഈ നടിക്ക് തുടക്കകാലങ്ങളിൽ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഓരോ സെറ്റുകളിലും കൂട്ട്. വടക്കൻ കേരളത്തിൽ പിറന്ന ഈ നടിയുടെ വളർച്ചയ്ക്ക് പുറകിൽ ആ രക്ഷിതാക്കളുടെ കഠിന പ്രയത്നം മാത്രമായിരുന്നു. സിനിമയെ വെല്ലുന്ന ഒരു പ്രണയ കഥയുടെ വക്താക്കളാണ് സനുഷയുടെ അച്ഛനും അമ്മയും. സാധാരണക്കാരിൽ സാധാരണക്കാരനായ സന്തോഷ് എന്ന കണ്ണൂർ സ്വദേശി നീലീശ്വരംകാരിയും ഉന്നത കുലജാതിയുമായ ഉഷ എന്ന ഗ്രാമീണ യുവതിയെ പ്രണയിക്കുന്നു. ഒരു കീഴ്ജാതിക്കാരനുമായുള്ള ബന്ധത്തെ അനുകൂലിക്കാൻ ഉഷയുടെ സമുദായം ഒരുക്കമായിരുന്നില്ല. അങ്ങനെ പ്രേമിച്ച പെണ്ണിനെ വീട്ടിൽ നിന്നും ചാടിച്ച് സന്തോഷ് അവളെ താലി കെട്ടി തന്റെ വധുവായി കണ്ണൂരിലെ വാടക വീട്ടിൽ ജീവിതം തുടങ്ങുകയാണ്. നിത്യവൃത്തിക്ക് കൂലിപ്പണി വരെ ചെയ്യേണ്ടി വന്ന സന്തോഷ് പിന്നീട് സോഡ കച്ചവടത്തിലേക്ക് തിരിയുന്നു. സന്തോഷ് ഉഷ ദമ്പതികൾക്ക് സനൂഷ, സനൂപ് എന്നിങ്ങനെ 2 മക്കൾ പിറക്കുന്നു. ജീവിതം അപ്പോഴും വാടക വീട്ടിലാണെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തിനൊപ്പം കലാഭിരുചിയും ആ അച്ഛനും അമ്മയും കണ്ടറിഞ്ഞ് വളർത്തി പരിപോഷിപ്പിച്ചിരുന്നു. അങ്ങനെയായിരുന്നു ആ സഹോദരന്മാരായ ആ 2 ബാലതാരങ്ങളുടെ ഉദയവും വളർച്ചയും.
കൗമാരം പിന്നിട്ട സനൂഷ ആദ്യമായി നായിക വേഷം ചെയ്തത് റെനിഗുണ്ട എന്ന തെലുങ്ക് ചിത്രത്തിലായിരുന്നു. പുതുമുഖ നടനായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. തെലുങ്കിന് പുറമെ തമിഴിലും ജനപ്രീതി നേടിയ ഒരു ചിത്രമായിരുന്നു അത്. പക്ഷേ നല്ല വിജയമായിട്ട് പോലും സനൂഷയ്ക്ക് തെലുങ്കിൽ വേണ്ടത്ര ഓഫറുകൾ ഒന്നും തന്നെ കിട്ടിയില്ല. മലയാളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും ഒരു മുറൈ വന്ന് പാർത്തായ, ഇടിയറ്റ്, ജലധാര പമ്പ് സെറ്റ് എന്നിങ്ങനെ അപ്രധാന ചിത്രങ്ങളിൽ നായിക പദവി അലങ്കരിക്കാനേ സനൂഷയ്ക്ക് സാധിച്ചുള്ളൂ. അനീഷ് അൻവർ സംവിധാനം ചെയ്ത സക്കറിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അവാർഡ് നിർണയ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹയായി എന്നതാണ് കരിയറിലെ ഏറ്റവും വലിയൊരു നേട്ടം. ദിലീപ് നായകനായ വമ്പൻ സ്റ്റാർ കാസ്റ്റിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിൽ സനൂഷയായിരുന്നു നായിക. ദിലീപിന്റെ ജോഡി ആയതുകൊണ്ട് ആ ചിത്രത്തിലൂടെ ഭാഗ്യ ജോഡികളായി അടുത്ത കാവ്യമാധവനായി തീരും എന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ തട്ടിക്കൂട്ട് ഫോർമുലയായതിനാൽ ആ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം നായികയാകാനുള്ള ഭാഗ്യം സനൂഷയ്ക്ക് ഇല്ലാതെ പോയി. അതിനുശേഷം സുന്ദർദാസ് എന്ന സംവിധായകന്റെ നായിക പ്രാധാന്യമുള്ള പ്രോജക്റ്റിലേക്ക് സംഘാടകർ സനൂഷയെ സമീപിച്ചതായിരുന്നു. സൗഹൃദത്തിന്റെ പേരിൽ ദിലീപായിരുന്നു സുന്ദർദാസിന് സനൂഷയെ സജസ്റ്റ് ചെയ്തിരുന്നത്. ശരീരം പ്രദർശിപ്പിക്കേണ്ട ക്യാരക്ടർ ആണെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിനാൽ സനൂഷ ആ ഓഫർ നിരസിച്ചു. പകരം കുട്ടിയും കോലും എന്ന ചിത്രത്തിൽ നായിക വേഷം ചെയ്തു. ആ തീരുമാനം സനൂഷയുടെ കരിയറിന് തന്നെ ദോഷമായി ഭവിച്ചു. മലയാളത്തിൽ നായിക വേഷം ചെയ്യുന്നതിന് മുമ്പ് തന്റെ കൗമാരപ്രായത്തിൽ സനൂഷ തമിഴ് സിനിമയിലും ഒരു ശ്രമം നടത്തിയിരുന്നു. കൊടിവീരൻ, ഏതൻ എന്നീ ഏതാനും തമിഴ് ചിത്രങ്ങളിൽ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ സനൂഷയ്ക്ക് അവസരങ്ങൾ ലഭിച്ചു. സൂര്യയുടെ സഹോദരൻ കാർത്തി എന്ന നടനൊപ്പം അലക്സ് പാണ്ഡ്യൻ എന്ന ചിത്രത്തിലെ ഹോട്ട് ഡാൻസ് തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ച ഒരു ചൂടൻ നൃത്തരംഗമായിരുന്നു. ദോഹയിൽ വെച്ച് ഒരു സ്റ്റേജ് ഷോയിൽ AR റഹ്മാന്റെ ബീറ്റ്സിന് ഇളകിയാടി ചുവടുകൾ വെച്ച് നടി കയ്യടി വാങ്ങിച്ചു. നാണം കുണുങ്ങിയായ നാടൻ പെണ്ണിൽ നിന്നും സനൂഷ ഒരുപാട് മാറിയിരിക്കുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ഏതു വേദിയിലും ബോൾഡായി സംസാരിക്കാനും പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയിൽ രാത്രി ബർത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന സനൂഷയെ അതേ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ കാമവെറിയോടെ കയറി പിടിച്ചൊരു സംഭവം വിവാദമായിരുന്നു. തനിച്ച് യാത്ര ചെയ്യുകയായിരുന്ന സനൂഷ ബഹളം വെച്ച് അയാളെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷേ സഹയാത്രികരുടെ ഒരു സപ്പോർട്ടും അന്ന് സനൂഷയ്ക്ക് ലഭിച്ചിരുന്നില്ല. നമുക്കൊരു ആപത്ത് വന്നാൽ സഹായിക്കാൻ നമ്മളെ ഉണ്ടാവൂ എന്നാണ് ആ സംഭവത്തിന് ശേഷം സനൂഷ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചത്. വളരെ ബോൾഡായി എന്തും തുറന്നു പറയുന്ന ശീലക്കാരിയാണ് ഇപ്പോൾ ഈ നടി. തമിഴിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ ബിയറാണോ വൈനാണോ കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യത്തിന് ബിയറിന്റെ ചവർപ്പ് തനിക്ക് ഇഷ്ടമല്ലെന്നും ഹോട്ട് ഡ്രിങ്ക്സിൽ വോഡ്കയാണ് ഏറെ ഇഷ്ടം എന്നായിരുന്നു ഈ നടി അഭിപ്രായപ്പെട്ടത്. ബോഡി ഷെയ്മിങ്ങിനെ പറ്റി നിഷിദ്ധമായി വിമർശിച്ച ഈ നടി താൻ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം തുറന്നു പറയുകയുണ്ടായി. ചെറുതായൊന്ന് ഓടി വരേണ്ട ഘട്ടത്തിൽ വായ്നോക്കിയായ ഒരു സൂപ്പർ സീനിയർ പേഴ്സൺ തന്റെ മാറിടത്തെ ഉദ്ദേശിച്ച് ഇപ്പോൾ പൊട്ടി താഴെ വീഴും എന്നൊരു കമന്റ് പാസാക്കുകയുണ്ടായി. അപ്പോൾ തന്നെ അയാളുടെ മുഖത്ത് നോക്കി എന്റെ സാധനം പൊട്ടുകയോ വീഴുകയോ എന്തുമാകട്ടെ ഞാൻ സഹിച്ചോളാം എന്ന ചുട്ട മറുപടി കൊടുത്താണ് നടി അരിശം തീർത്തത്. ഇനിയുള്ള കാലം സ്ത്രീകൾ അവഗണന സഹിച്ച് മാറി നിൽക്കരുത്. ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ സംസാരിച്ച് സമൂഹത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കണം. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ നടി ഈ നിലയിലെത്തിയത്. 2 വർഷം കഴിഞ്ഞതും വിനയന്റെ ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലേക്ക് മണിക്കുട്ടന്റെ ജോഡിയാകാൻ ഹണി റോസിനെ വിളിച്ചു വരുത്തി. അന്ന് പ്രായം 14 തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈർക്കലി പരുവമുള്ള ആ 14-കാരിയുടെ ശരീരത്തിന് ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? ഊഹിക്കാൻ പറ്റാത്ത ഇടത്തിൽ കുത്തിയ ടാറ്റു തന്റെ ആരാധകർക്കിടയിൽ ഉറക്കം കെടുത്തുന്ന ഒരു ചോദ്യചിഹ്നമാകണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാകണം ഹണി റോസ് തന്നെ അത് മാധ്യമപ്രവർത്തകയോട് പരസ്യപ്പെടുത്തിയത്. കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.